ജോസൽ, ഇപ്പോൾ നമ്മൾ വി ജോണിയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും പങ്കുവെക്കുന്ന ഒരു പ്രതീക്ഷ അങ്ങനെ തന്നെയായിരുന്നു. കാരണം കാടിനെ കുറിച്ച് അറിയാവുന്ന സ്ത്രീകളാണ്. വലിയൊരു അപകടത്തിലേക്ക് അവർ ചെന്നുപെടാൻ സാധ്യതയില്ല. ഏത് രീതിയിലാണ് കാടിൻ്റെ സ്വഭാവം എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് അവർ രക്ഷപ്പെടുമെന്ന, അതായത് അവർ രാവിലെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ നാട്ടുകാരൊക്കെ നിൽക്കുന്നത്. ഓരോ അപകടത്തെക്കുറിച്ച്, അതായത് അപകട സാധ്യതയുള്ള വനമേഖലയാണ്, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ആരോഗ്യത്തിൽ പ്രശ്നങ്ങളില്ല, അവർ നടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത് എന്നാണോ നമ്മളോട് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്? ഗതാഗതം, അതായത് വാഹന ഗതാഗതം പോസിബിളായ ഒരു മേഖലയാണോ അത് അവരെ കൂട്ടിക്കൊണ്ടുവരാനായി? തീർച്ചയായും വനത്തിനുള്ളിൽ നിന്ന് ഏകദേശം മുക്കാൽ മണിക്കൂർ നടന്നു വേണം ഇവിടേക്ക് എത്താൻ. നടന്നു വരാനുള്ള ആരോഗ്യസ്ഥിതിയിലാണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഈ പ്രദേശത്തോടുകൂടി, ഈ കാടിനുള്ളിൽ കൂടി നടന്നു വേണം വരുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന്, നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് വാഹന സൗകര്യങ്ങളുള്ള പ്രദേശമാണ്. പക്ഷേ ഒരു മുക്കാൽ മണിക്കൂറോളം നടക്കാനുള്ള ദൂരമുണ്ട് എന്നാണ് ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും പോയ ഉദ്യോഗസ്ഥരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പ്രദേശങ്ങളിൽ നിന്നുമായിട്ട്. ഈ അറക്കമുത്തി ഭാഗത്ത് നിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പല പ്രദേശങ്ങളിലായി വിന്യസിച്ചിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. സ്ഥിരമായി ഈ വനമേഖലയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർ ഈ സുരക്ഷിതമായ ഒരു പാറക്കെട്ടിൽ കയറിയിരിക്കുകയായിരുന്നു. ഏതായാലും അവരെ ഈ വെളിച്ചം നേരത്തെ അർച്ചന റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വെളിച്ചം വീണ് കഴിഞ്ഞാൽ അവരെ കൃത്യമായി അവർ തന്നെ തിരിച്ചെത്താം എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ പങ്കുവച്ചിരുന്നു. ഏതായാലും ഈ രാത്രി തന്നെ ഈ കാണാതായ പശുക്കൾ തിരിച്ചെത്തി. സ്ത്രീകളും ഈ നാട്ടുകാരുടെ തെരച്ചിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അവർ സുരക്ഷിതരാണ്, അവർ ആരോഗ്യകരമായ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യങ്ങളാണ് ഇവിടെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും അവിടേക്ക് പോയ നാട്ടുകാരടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ബിനീഷ, ജോസല, അവരെ കണ്ടെത്തിയത് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറത്ത് ഉൾവനത്തിൽ വെച്ചാണ് എന്ന് പറഞ്ഞല്ലോ. അത്തരത്തിൽ അത്രയും ഉൾവശത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതകളെ കുറിച്ച് നാട്ടുകാർ സൂചിപ്പിക്കുന്നത് എന്താണ്? തീർച്ചയായും ഇവർ ഈ കാടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകളാണ്. കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിച്ച ലോക്കൽ സെക്രട്ടറി അടക്കം പറഞ്ഞ കാര്യം നല്ല തന്റേടവും ആർജവുമുള്ള സ്ത്രീകളാണ്. അവർക്ക് അറിയാമായിരുന്നിരിക്കല്ലോ. അതുകൊണ്ട് കൂടുതൽ അപകടമുള്ള സാധ്യതകളിലേക്ക് അവർ ചെന്നുപെടാൻ സാധ്യതയില്ല. കാരണം കാടിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവരാണ്, കാടുമായി ഇടപഴകി നല്ല പരിചയമുള്ളവരാണ്. അതുകൊണ്ട് രാത്രിയാകുന്നതോട് കൂടി ഏത് രീതിയിലായിരിക്കും കാടിൻ്റെ ഒരു സ്വഭാവം എന്ന് കൃത്യമായി ആ സ്ത്രീകൾക്ക് അറിഞ്ഞിരുന്നിരിക്കണം. അപ്പോൾ അവർ സുരക്ഷിതരായി ഉള്ള സ്ഥലത്ത് നിൽക്കാനേ ഇടയുള്ളൂ. പക്ഷെ 6 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഈ സ്ത്രീകളെ കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം ആ സ്ത്രീകൾ അത്രയും ദൂരത്തിലേക്ക് നടന്നു പോയത് എന്ന നാട്ടുകാർ പങ്കുവയ്ക്കുന്ന ഒരു വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ഈ കാടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള സ്ത്രീകളായതുകൊണ്ടാണല്ലോ അവർ ഈ കൂടുതൽ ഈ ഇരുട്ടു വീണ സമയത്ത് കൂടുതൽ റിസ്ക് എടുക്കാതെ ഒരു പാറപ്പുറത്ത് തന്നെ കയറിയിരുന്നത്. അവർ വ്യക്തമായ ധാരണയുള്ള ആളുകളാണ്. ഇപ്പോൾ നമുക്കിപ്പം പ്രധാനപ്പെട്ട ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ചേരുകയാണ്. DFO ആണ്, ശ്രീനിവാസ് സാറാണ്. അദ്ദേഹം പ്രതികരിക്കും. അതെ, നമുക്കിപ്പോൾ ഒരു ടീം പോയിട്ടുണ്ടത്, ആ ടീം കണ്ടിട്ടുണ്ടത്. ഇത് ഒരു അറക്കമുത്ത് ലൊക്കേഷനിലാണ് കണ്ടിട്ടുണ്ടത്. ഇവിടുത്തെ ഒരു നടക്കാൻ പോകണമെങ്കിൽ 6 കിലോമീറ്റർ ഉണ്ടാവും. സോ ടീം ഓൾറെഡി അവിടുത്തെ സ്റ്റാർട്ട് ആയിട്ടുണ്ടത് തിരിച്ചു വരാൻ. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, സുഖമായിട്ടുണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി വരാൻ ഒരു 45 മിനിറ്റ്സ് അങ്ങനെയായിട്ട് എടുക്കും. ഓക്കെ, സോ ഏകദേശം എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുത്തെ 6 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. നടന്നു വരാൻ പറ്റുമോ? അതെ അതെ, നടന്നു വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ DFO ശ്രീനിവാസ് അദ്ദേഹം അടക്കം പ്രതികരിച്ചിരിക്കുന്നത് വളരെ സുരക്ഷിതമായി ഏകദേശം മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഈ സ്ത്രീകളെ ഈ പുറത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കം പ്രതികരിക്കുന്നത്. വിനീഷ.
ജോസിൽ, കഴിഞ്ഞ 12 മണിക്കൂറിലേറെയായി ഇവർക്കുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് കൂടുതൽ ആളുകൾ, അതായത് കൂടുതൽ സേന, വനം വകുപ്പിൻ്റെ ആയാലും ഫയർഫോഴ്സിൻ്റെ ആയാലും പോലീസിൻ്റെ ആയാലും കൂടുതൽ സേന അവിടെ എത്തുന്നു. നേരത്തെ DFOയോട് ജോസിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഊർജിതമായ തിരച്ചിൽ ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി പുനരാരംഭിച്ചിരുന്നു എന്ന് തന്നെയാണ് വനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ സേനകളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഘാംഗങ്ങളാണോ മടങ്ങി വരുന്നത്? കാരണം ഇന്ന് പുലർച്ചെ കാട്ടിലേക്ക് പുറപ്പെട്ട സംഘാംഗങ്ങളാണോ മടങ്ങി വരുന്നു എന്ന് ജോസിൽ സൂചിപ്പിച്ചത് നേരത്തെ? ജോസല, കൂടുതൽ സേനയുടെ സഹായം ഈ തെരച്ചിലിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് നേരത്തെ വനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ പുറപ്പെട്ടവരാണോ ഇന്ന് വനത്തിൽ നിന്ന് കൂടുതൽ സംഘങ്ങൾ മടങ്ങിയെത്തുന്നു എന്ന് ജോസിൽ നേരത്തെ സൂചിപ്പിച്ചത്? വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. AK ശശീന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നലെ രാത്രി തന്നെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സേനകൾ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞ് അതുപോലെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടി തെരച്ചിൽ തുടരുകയായിരുന്നു. ഇവിടുത്തെ DFO ഇന്നലെ മുതൽ തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് തൊട്ടു മുമ്പ് നമ്മളോട് സംസാരിച്ചത്. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ CCF അടക്കമുള്ള ആളുകളോട് ഇവിടേക്ക് എത്തിച്ചേരാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും അദ്ദേഹമൊക്കെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരുടെയും ഈ സേനാ വിഭാഗങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ ഈ സ്ത്രീകളെ കണ്ടെത്തി എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഏതായാലും നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം പറയാനുള്ളത്, അവർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. ഈ കാടിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർ ഒരു പാറപ്പുറത്ത് കയറി സുരക്ഷിതമായി ഇരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. കാരണം ഈ കൂരിരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആനയടക്കം കാട്ടാനകളടക്കം ഉള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇറങ്ങി യാത്ര ചെയ്താൽ, പ്രത്യേകിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വരെ ഓഫായി പോയി, ബാറ്ററി തീർന്ന്, ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ റിസ്ക് എടുക്കാതെ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ വനത്തെക്കുറിച്ചും വനത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ചും വനത്തിൽ ഈ വെളിച്ചമില്ലാതെ യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും എല്ലാം കൃത്യമായി ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാവണം അവർ തങ്ങൾ ഈ പുലർച്ചെയായിട്ട് തിരിച്ചെത്താമെന്നുള്ള ധാരണയിൽ തന്നെയായിരിക്കാം അവർ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കയറിയിരുന്നത്. ഏതായാലും സുരക്ഷിതമായി അവരെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ പ്രദേശത്ത് എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനീഷ.